ലോകത്തിനുള്ള രഹസ്യം. ലിസ നിക്കോളാസ്. ആളുകൾ അവർക്കിഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ നോക്കി അതെനിക്കിഷ്ടമായി, എനിക്ക് അത് വേണം എന്നൊക്കെ പറയുക സാധാരണമാണ്. എന്നാൽ അവർക്ക് വേണ്ടാത്ത വസ്തുക്കളെ നോക്കുമ്പോഴും അത്ര തന്നെയോ അല്ലെങ്കിൽ അതിലധികമോ ഊർജം അതിനെ ഇല്ലാതാക്കാൻ കഴിയും, അതിനെ പുറന്തള്ളാൻ കഴിയും, പിഴുതെറിയാൻ കഴിയും എന്ന വിശ്വാസത്തോടെ പ്രയോഗിക്കാറുണ്ട്. ഈ സമൂഹത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും എതിരെ പോരാടുന്നതിൽ തൃപ്തി കണ്ടെത്തുന്നു. ക്യാൻസറിനെതിരെ, ദാരിദ്ര്യത്തിനെതിരെ, യുദ്ധത്തിനെതിരെ, മയക്കമരുന്നിനെതിരെ, തീവ്രവാദത്തിനെതിരെ, അക്രമവാസനയ്ക്കെതിരെ എല്ലാമുള്ള പോരാട്ടങ്ങൾ. നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന എല്ലാത്തിനോടും നമ്മൾ പൊരുതുന്നു. വാസ്തവത്തിൽ അത് കൂടുതൽ പോരാടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. ഹെയിൽ ഡോസ്കിൻ. നമ്മൾ ഏതിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അതിനെ നമ്മൾ സൃഷ്ടിക്കുന്നു. എന്തിനോടെങ്കിലും നമുക്ക് കടുത്ത ദേഷ്യം തോന്നുന്നു എന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് യുദ്ധം, സംഘട്ടനം, യാതന തുടങ്ങിയ ഏതോ ഒന്നിനോട് നമ്മുടെ ഊർജം കൂടി അതിന് പകർന്നു കിട്ടും. നമ്മൾ സ്വയം ബലം പ്രയോഗിച്ചാൽ അത് കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കും. എന്തിനെയെങ്കിലും നിങ്ങൾ ചെറുക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ശക്തിയോടെ വിടാതെ പിടിച്ചു നിൽക്കും. കാൾ യു. ബോംബ് ഡോയിൽ. ചെറുക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ശക്തിയോടെ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ അത് എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് കാരണം ഇതാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഇഷ്ടമല്ല എന്ന ശക്തമായ വൈകാരിക തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് അതിവേഗത്തിൽ വീണ്ടും വന്നു ചേരുന്നു. എന്തിനെങ്കിലും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് സംരക്ഷണം ചെയ്യപ്പെട്ട ശേഷം ബാഹ്യചിത്രം മാറ്റിവരയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത് പാഴ്ശ്രമമാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും കൊണ്ട് മനസ്സിനുള്ളിൽ പുതിയ ചിത്രങ്ങൾ സൃഷ്ടിച്ച് അവയെ പ്രസരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യക്ഷമായതിനെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ദൃശ്യങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നു. അത് വർദ്ധിച്ച തീവ്രതയോടെ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വന്നു ചേരുന്നു. ആ സംഭവം അല്ലെങ്കിൽ സാഹചര്യം കൂടുതൽ വലുതാകും. കാരണം അതാണ് പ്രകൃതിയുടെ നിയമം. ജാക്ക് കാൻഫീൽഡ്. യുദ്ധവിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. മയക്കമരുന്ന് വിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ മയക്കമരുന്ന് പ്രചരിപ്പിക്കുന്നു. കാരണം നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് നമുക്ക് വേണ്ടാത്ത കാര്യത്തിൽ, മയക്കമരുന്നിൽ ആണെന്നതു തന്നെ. ലിസ നിക്കോളാസ്. എന്തിനെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ അതിൽ മനസ്സ് കേന്ദ്രീകരിക്കണം എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ, നല്ല വിദ്യാഭ്യാസത്തിൽ, സമാധാനത്തിൽ ഒക്കെ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിനു പകരം ഊർജം പകർന്നു കൊടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ജാക്ക് കാൻഫീൽഡ്. ഉജ്ജ്വലമായ വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. അവർ പറഞ്ഞു, യുദ്ധവിരുദ്ധ റാലിയിൽ ഞാൻ പങ്കെടുക്കില്ല. നിങ്ങൾ ഒരു സമാധാന റാലി നടത്തുകയാണെങ്കിൽ എന്നെ വിളിക്കുക. അവർക്ക് അറിയാമായിരുന്നു, അവർ രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ലോകത്ത് അവർ സാക്ഷാത്കരിച്ചത് എന്തെല്ലാമാണെന്ന് നോക്കുക. ഹെയൽ ഡൗസ്കിൻ. നിങ്ങൾ യുദ്ധവിരുദ്ധനാണെങ്കിൽ സമാധാന പക്ഷക്കാരനായി മാറുക. നിങ്ങൾ പട്ടിണിക്കെതിരെയാണെങ്കിൽ ജനങ്ങൾക്ക് സുഭിക്ഷമായി ഭക്ഷണം കിട്ടണം എന്ന പക്ഷക്കാരനാകുക. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ എതിർക്കുന്നുവെങ്കിൽ അയാളുടെ എതിരാളിയുടെ അനുകൂല പക്ഷത്ത് ചേരുക. പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങൾ ശരിക്കും മനസ്സുകൊണ്ട് എതിർക്കുന്ന ആൾക്ക് അനുകൂലമായി മാറുന്നുണ്ട്. കാരണം അവരുടെയെല്ലാം മനസ്സുകൾ കേന്ദ്രീകരിച്ചു അയാൾക്ക് കൂടുതൽ ഊർജം പകരുന്നു. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത് ഒരു ചിന്തയിൽ നിന്നാണ്. വലിയ കാര്യം എന്തെങ്കിലും സംഭവിച്ചാൽ കൂടുതൽ ആളുകൾ അതിലേക്ക് ചിന്തകളെ തിരിച്ചുവിടുന്നു. ആ കാര്യം കൂടുതൽ വലുതാകുന്നു. ആളുകളുടെ ചിന്തകളും വികാരക്ഷോഭങ്ങളുമാണ് ആ കാര്യത്തെ നിലനിർത്തുന്നതും വലുതാക്കുന്നതും. നമ്മുടെ ശ്രദ്ധ അതിൽ നിന്നും മാറി പകരം സ്നേഹത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ആ സംഭവം പിന്നെ നിലനിൽക്കില്ല. അത് ആവിയായി അപ്രത്യക്ഷമാകും. ഓർക്കുക, ഇത് വളരെ വിസ്മയകരമായ കാര്യമാണ്. അതേസമയം ഉൾക്കൊള്ളാൻ ഏറെ പ്രയാസകരവുമാണ്. എത്ര തന്നെ ശ്രമകരമായാലും ശരി, എവിടെ ആയിരുന്നാലും ശരി, ആരെയൊക്കെ ബാധിക്കപ്പെട്ടാലും ശരി, ഒരു കാര്യം ഓർക്കുക, നിങ്ങളല്ലാതെ മറ്റൊരു രോഗിയില്ല. നിങ്ങൾ സാക്ഷാത്കരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ സത്യം നിങ്ങളെ സ്വയം ബോധ്യപ്പെടുത്തുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചാൾസ് ഹാനൽ. ജാക്ക് കാൻഫീൽഡ്. നിങ്ങൾക്ക് വേണ്ടാത്തത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നതിൽ കുഴപ്പമില്ല.
അതനുസരിച്ച് എനിക്ക് വേണ്ടാത്തത് ഇതാണ് എന്ന് തീരുമാനിക്കാൻ അത് സഹായകമാകും. പക്ഷേ നിങ്ങൾ വേണ്ട എന്നാഗ്രഹിക്കുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും തോറും, അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും തോറും നിങ്ങൾ അതിനെ കൂടുതൽ നിർമ്മിക്കും. നിഷേധാത്മകമായ ചിന്തകൾ കൊണ്ട് ലോകത്തെ സഹായിക്കാൻ കഴിയില്ല. ലോകത്ത് നടക്കുന്ന ദോഷകരമായ സംഭവങ്ങളിൽ നിങ്ങൾ മനസ്സു കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ അവയെ വലുതാക്കുന്നു എന്നു മാത്രമല്ല, അത്തരം ദോഷ സംഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ വേണ്ട എന്നു കരുതുന്ന എന്തിൻ്റെയെങ്കിലും ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അത് നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തി പുതിയ സിഗ്നലുകൾ പ്രസരിപ്പിച്ചു തുടങ്ങണം എന്നതിനുള്ള സൂചനയായി കാണണം. അത് ഈ ലോകത്തിലെ ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ മാറ്റാനുള്ള ശക്തി നിങ്ങളിലില്ല എന്ന് കരുതേണ്ട. നിങ്ങൾക്ക് സർവ്വശക്തിയുമുണ്ട്. എല്ലാവരും സന്തോഷം തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക്, സൂക്ഷ്മതയിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുക. ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ ചിന്തകൾ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണെന്നത് പ്രശ്നമല്ല. സ്നേഹത്തിൻ്റെയും സ്വാസ്ഥ്യത്തിൻ്റെയും വികാരങ്ങൾ പ്രസരിപ്പിക്കുന്നതിലൂടെ ലോകത്തിന് വളരെയധികം നന്മകൾ നൽകാൻ നിങ്ങൾക്ക് കഴിയും. ജെയിംസ് റേ. ആളുകൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, പക്ഷേ ജെയിംസ്, ചുറ്റുപാടും നടക്കുന്നത് ഞാൻ അറിയേണ്ടേ എന്ന്. അറിഞ്ഞിരിക്കുന്നത് കൊള്ളാം, പക്ഷേ അതിൻ്റെ പ്രളയത്തിൽ മുങ്ങിപ്പോകേണ്ട കാര്യമുണ്ടോ? രഹസ്യം കണ്ടെത്തിയ ശേഷം ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ ഞാൻ TV വാർത്തകൾ കാണുകയോ പത്രം വായിക്കുകയോ ചെയ്യില്ല എന്ന്. കാരണം അതെല്ലാം എൻ്റെ മനസ്സിന് അസ്വസ്ഥതയാണ് നൽകുന്നത്. നല്ലതല്ലാത്ത വാർത്തകൾ വരുന്നതിന് ചാനലുകളെയും പത്രങ്ങളെയും കുറ്റം പറയാനാവില്ല. ആഗോള സമൂഹം എന്ന നിലയിൽ നാം തന്നെയാണ് അതിന് ഉത്തരവാദികൾ. വളരെ നാടകീയമായ കാര്യങ്ങൾ തലക്കെട്ടുകളിൽ കണ്ടാൽ നാം കൂടുതൽ പത്രം വാങ്ങും. ദേശീയ അന്തർദേശീയമായ വൻ ദുരന്തം സംഭവിച്ചാൽ TV ചാനലുകളുടെ റേറ്റിംഗ് ഉയരും. സമൂഹം എന്ന നിലയിൽ നമ്മൾ ചീത്ത വാർത്തകളാണ് കൂടുതൽ ആവശ്യപ്പെടുന്നത്. അതിനാൽ ചാനലുകളും പത്രങ്ങളും അവ കൂടുതലായി നമുക്കെത്തിച്ചു തരുന്നു. നമ്മൾ അതിൻ്റെ കാരണവും മാധ്യമങ്ങൾ അതിൻ്റെ പ്രഭാവവുമാണ്. അവിടെ ആകർഷണ നിയമം ശരിക്കും പ്രവർത്തിക്കുന്നത് കാണുന്നില്ലേ? നമ്മൾ നമുക്ക് വാസ്തവത്തിൽ ആവശ്യമായ കാര്യങ്ങളിൽ മനസ്സു കേന്ദ്രീകരിച്ച് പുതിയ തരംഗങ്ങൾ സംപ്രേഷണം ചെയ്താൽ TV ചാനലുകളും പത്രങ്ങളും അവർ നൽകുന്ന വാർത്തകളുടെ സ്വഭാവവും മാറ്റും. മൈക്കിൾ ബർണാഡ് ബേക്ക്വിത്ത്. സ്വസ്ഥമായിരിക്കാൻ പഠിക്കുക. അതോടൊപ്പം നിങ്ങൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയും അതിനോട് ചേർന്നുള്ള ഊർജപ്രഭാവവും ഇല്ലാതാക്കണം. നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതിലേക്ക് മനസ്സ് കൊണ്ടുവരണം. മനസ്സ് എവിടെയാണോ അവിടേക്ക് ഊർജം പ്രവഹിക്കും. സത്യമായി ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകൾ ലോകത്തിൻ്റെ ദാരിദ്ര്യമകറ്റും. ഹൊറേഷ്യ ബൊണാർ. നിങ്ങളുടെ അസ്തിത്വം തന്നെ നിങ്ങൾക്ക് ഈ ലോകത്ത് അസാമാന്യമായ ശക്തി പ്രദാനം ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ലതെന്ന് അനുഭവപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ഈ ലോകത്തേക്ക് കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങൾ കൊണ്ടുവരുന്നു. അതേസമയം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കും കൂടുതൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് സുഖാനുഭൂതി അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ സ്വന്തം ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. അതോടൊപ്പം ലോകത്തെയും അഭിവൃദ്ധിപ്പെടുത്തുന്നു. ആകർഷണ നിയമം ഉത്തമമായ പ്രവർത്തന മികവിനാൽ പരിപൂർണമാണ്.